യൂട്യൂബിനകത്ത് ഒരു തവണ അപ്ലോഡ് ചെയ്ത വീഡിയോസ് വീണ്ടും അത് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. നമ്മളിപ്പോൾ പണ്ടൊക്കെ അപ്ലോഡ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ടായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തത്. അതൊക്കെ എടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ. അതായത് നിങ്ങൾ ഒരിക്കൽ അപ്ലോഡ് ചെയ്ത വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ചാനലിന് പ്രശ്നം ഉണ്ടാവും, അത് ടെർമിനേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബ് അനുവദിക്കുന്നില്ല. അപ്പോൾ 5-6 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ, അതിനകത്ത് അധികം വ്യൂസ് ഒന്നും അന്ന് കയറിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു അത് ഇപ്പോൾ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യൂസ് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് യൂട്യൂബിൻ്റെ പോളിസിക്കെതിരാണ്, ഈ റീയൂസ്ഡ് കണ്ടന്റായിട്ട് വരും. ഇതിനകത്തിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ലോങ് വീഡിയോസ് ആയിരിക്കുമല്ലോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തത്, അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അതിനുള്ള സംവിധാനം യൂട്യൂബ് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്. അതിന് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റിൻ്റെ പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുമ്പ് ഒരുപാട് എഫർട്ട് ഇട്ട് ചെയ്തൊരു വീഡിയോ ആണ്, പക്ഷേ അത് കാര്യമായിട്ട് അങ്ങോട്ട് കയറിയിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പോൾ അത് എടുത്തിട്ട് കഴിഞ്ഞാൽ കയറും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോഴാണ് എൻ്റെ ഒരു റിലവൻസ് വന്നത് എന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് അതെടുത്തിട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിന് യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെർട്ടിക്കലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് കട്ട് ചെയ്തെടുത്ത് അത് അപ്ലോഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൽ പ്രശ്നം വരില്ല.